പൊതുജനങ്ങളെ സഹൃദയരായ കർഷകർക്കുണ്ടായി ചൂണ്ടി. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ പല പ്രസംഗങ്ങളും കേട്ടു. സത്യത്തിൽ ഞാനൊരു പ്രാസംഗികനല്ല, പച്ചയായ ഒരു കൃഷിക്കാരൻ. എനിക്ക് കൃഷിപ്പണിയല്ലാണ്ട് പ്രസംഗിച്ചുള്ള പാഠവും ഇതിലില്ല. എങ്കിലും കുറേ കാലങ്ങളായിട്ട് ഇവിടെ സമരം നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. ഈ സമരങ്ങളിൽ പലപ്പോഴുമായി പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും അതിന് കഴിയാതെ പോയിട്ടുള്ളതാണ്. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കുറേ കാലമായിട്ട് അനുഭവിക്കാറില്ല. കഴിഞ്ഞ അതായത് മിനിയാന്ന് കൊടുവറമ്പിലും ഞാനുമായി തൃശ്ശൂർ കളക്ടറേറ്റിൽ കൃഷിക്കാരുടെ കാര്യം തന്നെ സംസാരിക്കാൻ പോയ അവസരത്തിൽ വർഗീസ് എന്നോട് പറയാം, കുറേ കാലങ്ങളായി താൻ വരാൻ പറഞ്ഞു, വരാതെ പറയുന്നു, വരാറില്ല, ഇന്നല്ലെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ പറഞ്ഞു. പ്രഗത്ഭരായിരുന്ന ശാസകന്മാർ എന്ന് വെച്ചാൽ PC പണിച്ചെങ്കിലെ പോലുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങൾ, കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ, ഇതെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രസംഗം നടത്തുന്ന ആഗ്രഹമില്ല, അറിവില്ലാതെ പറഞ്ഞു. പക്ഷേ നേരത്തെ നിങ്ങൾ ഇവിടെ സമ്മേളനം കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കളക്ടറേറ്റിലേക്ക് ഒരു ജാഥയായി പോയതിനോട് തികച്ചും അംഗീകരിക്കാത്ത ആളാണ്. കാരണം കുറേ ചർച്ചകളും കുറേ നിവേദനങ്ങളും കളക്ടർക്കായിട്ടും ഗവൺമെൻറ്റിലായിട്ടും കൃഷിമന്ത്രിക്കായിട്ടും നമ്മളെല്ലാവരും കൊടുത്തു കഴിഞ്ഞതാണ് അല്ലേ? ഇന്ന് വരെ അതിനൊരു തീരുമാനവും ഇല്ലാണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്നിപ്പോൾ ഒരു കടലാസം കൊണ്ട് കളക്ടറേറ്റിൽ പോയിട്ട് അവിടെ പോയി കളക്ടറെ കണ്ടാൽ സത്യമായിട്ടൊന്നും അവിടെ കണക്കുമില്ല എന്നാണ് ADM ആണ് അല്ലേ? ADM ആണ്. അവരെ കൊണ്ട് കൊടുത്തുകൊണ്ട് പാലക്കാട് ജില്ലയിലെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലല്ല. നിങ്ങളതിൽ ഞാൻ ഈ പറഞ്ഞതിന് എങ്ങനെ ഏത് രൂപത്തിൽ കണക്കാക്കിയേക്കുള്ള ഒരു കാലത്ത് ഈ പാലക്കാട് ജില്ലയിലെ കൃഷിക്കാരും അവരുടെ കൃഷിഭൂമികളൊക്കെ തന്നെ സമ്പന്നതയുടെ വിളനിലമായിരുന്നുവെന്ന് ഞാൻ പറയുന്നതല്ല, ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തത്വമായ സത്യമാണ്.